ഈ അടുത്തായി ഞാൻ കണ്ട 3 വെബ് സീരീസുകൾ. ഈ 3 സീരീസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മൂന്ന് ജോണറാണ്, 3 തരമാണ്, 3 തീമാണ്, 3 എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ടാവുക. സ്ക്വിഡ് ഗെയിം ഉളുപ്പുണ്ടോ? നെറ്റ്ഫ്ലിക്സ് റിലീസായ സമയത്ത് തന്നെ സ്ക്വിഡ് ഗെയിം കണ്ടിരുന്നു. എന്നാൽ ഈ പാവം പ്രേക്ഷകരോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ എങ്ങനെ തോന്നി? സീരീസിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. സീരീസ് ഫസ്റ്റ് സീസൺ അപേക്ഷിച്ച് സെക്കൻഡ് സീസണിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. ആദ്യത്തെ 2 എപ്പിസോഡ് കഥയിലേക്ക് കയറാൻ കുറച്ച് സമയം എടുത്തെങ്കിലും പിന്നീട് സംഭവം വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് കണ്ടു തീർത്തത്. പിന്നെ പലരും ഉള്ളതാണ്, ചിലർക്കൊക്കെ ആദ്യ സീസൺ കഥ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിലൂടെ പണ്ടത്തെ സീസണിലൊക്കെ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ബ്രീഫായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ സീസൺ കണ്ടതിന് ശേഷം സെക്കൻഡ് സീസൺ കാണണമെന്നില്ല. പക്ഷെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഫസ്റ്റ് സീസൺ കണ്ടു നോക്കുക. ഇനി നെറ്റ്ഫ്ലിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ചതിയെക്കുറിച്ച് പറയാം. അതായത് ഒരു 7 എപ്പിസോഡായ സമയത്ത് ഈ സാധനം പെട്ടെന്ന് അങ്ങ് തീർന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് സംഭവം ഈ സെക്കൻഡ് സീസൺ എൻഡായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. നല്ലൊരു എൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് അല്ല എന്നാണ് പറയാനുള്ളത്. അടുത്ത സീരീസ് കാണാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് താനും. എന്തൊക്കെ പറഞ്ഞാലും രണ്ടാമത്തെ സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഫോളോയും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്താണെങ്കിലും ഒന്ന് പരിഗണിക്കുക. തോൽമാടൻ ഒരു മസ്റ്റ് വാച്ച് മലയാളം വെബ് സീരീസ്. ഇതൊരു മിനി വെബ് സീരീസ് ആണ്. ഒരുപാട് ലെയറുകളൊക്കെ വരുന്ന ഒരു മിനി ഷോർട്ട് ഫിലിം സീരീസ് ആണ് തോൽമാടൻ. ഓരോ എപ്പിസോഡും 10 മിനിറ്റ് മാത്രമേ വരുന്നുള്ളൂ. 3 എപ്പിസോഡാണ് വരുന്നത്. സംഭവം കംപ്ലീറ്റ് ആണ്. 30 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടിലൻ സാധനം കണ്ടു തീർക്കാൻ പറ്റും. യുദ്ധത്തിന് പോയ അച്ഛൻ ഒരുപാട് കാലം കഴിഞ്ഞിട്ടും തിരിച്ചു വരുന്നില്ല. നാട്ടിൽ മരിച്ചിട്ടില്ല എന്നും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അച്ഛൻ തിരിച്ചു വരുവാണ്. പക്ഷേ അതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ട് തന്നെ വിലയിരുത്തുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസുകളൊക്കെ കണ്ടവർക്ക് അറിയാം. ചില സീരീസിൻ്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എപ്പിസോഡ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതേപോലെ ഒറ്റ ഇരിപ്പിന് കണ്ടു തീർത്ത ഒരു സീരീസ് തന്നെയായിരുന്നു തോൽമാടൻ. ചിത്രം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. തോൽമാടൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഈ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ 3 എപ്പിസോഡിൻ്റെയും വ്യൂസ് കാൽക്കുലേറ്റ് ചെയ്താൽ പറ്റും. എല്ലാത്തിലും ഒരേപോലെയാണ് വ്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മലയാളത്തിലുള്ള ഒരു കിട്ടില്ല സാധനമാണ്. കണ്ടു നോക്കുക, സമയം നഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഡാർക്ക് മാറ്റേഴ്സ് ആപ്പിൾ ടിവിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കിണ്ണം കാച്ചിയ വേറെ ലെവലായിട്ടുള്ള ഒരു സീരീസാണ് ഡാർക്ക് മാറ്റേഴ്സ്. കൂടുതലായിട്ട് നിങ്ങൾ ഒന്നും അറിയണ്ട. ഏകദേശം 7-8 എപ്പിസോഡ് എങ്ങാനുമാണ് ഇതിന് വരുന്നത്. ഇനി വീഡിയോ ബാക്കി കാണണ്ട, പോയി കണ്ടോളൂ. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി കൗതുകം കൂടുതലാണെങ്കിൽ ഞാൻ ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യ സീരീസ് കണ്ട സമയത്ത് അടിപൊളിയാണ്, പക്ഷെ ഒന്നും മനസ്സിലായില്ല. വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഒക്കെയാണ് ഫീൽ ചെയ്തത്. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയപ്പോൾ ഈ ക്യൂരിയോസിറ്റി ഡബിളായി. പിന്നീട് ഒന്നും മനസ്സിലായില്ല. പക്ഷെ 3-ാമത് മുതൽ പതുക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. എന്നാൽ പോലും എന്താ പറയുക, പുതിയ ഒരുപാട് കാര്യങ്ങൾ വന്ന് നമ്മളെ വീണ്ടും കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. സത്യം പറയാലോ, സയൻസ് ഫിക്ഷൻ പ്രേമികളാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് ഈ ഡാർക്ക് മാറ്റേഴ്സ്. ഇതാരും അധികം ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും കണ്ടു നോക്കുക. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഈ സാധനത്തിനെ നമുക്കൊന്ന് പോപ്പുലർ ആക്കാം. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഡാർക്ക് മാറ്റേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു വർക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടുതൽ ആളുകൾ കാണണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ സംഭവം ഇപ്പോൾ ആപ്പിൾ ടി വിയിലുണ്ട്. ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കുക. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിംസ്, ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ് അങ്ങനെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് ബാക്കിയുള്ളവർക്ക് സജഷൻ ചെയ്യാനും അത് എനിക്ക് കാണാനും ഒക്കെ വേണ്ടി ഉപകരിക്കും.